ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഗീ ഒക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള ക്യാരറ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു നേന്ത്രപ്പഴം തോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഈ പഴമൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊന്ന് മാറി വരണം. അപ്പോൾ സൗണ്ടൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ. സൗണ്ടൊക്കെ നന്ന കുറവുണ്ട്, റെഡിയായി വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് റെഡി ആവുമായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരുപാട് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയേ. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റൊക്കെ നെയ്യ് ചൂടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് അവസാനം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ കേട്ടോ. ഒരു പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. ഏകദേശം 2 ടീസ്പൂണോളം തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ സൗണ്ടൊക്കെ റെഡി ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല കേട്ടോ. ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കാന്നല്ലാണ്ട് ഇത് മാറുന്ന കാണുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യാണ്ട് നിന്നാലും ശരിയാവില്ല. അതുകൊണ്ടാണ് വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം കേട്ടോ. വീറ്റ് ഫ്ലോർ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു പൊടിയുടെ പച്ചമണം അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. എന്നിട്ട് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. സാദാ പാലും ചേർക്കാം. ഇനിയല്ല തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. സാദാ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് അത് ഡ്രൈ ആയി അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുന്നതെന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ്, ഒരുപാട് വെള്ളമൊക്കെയുണ്ട്, 1/4 കപ്പ് വെള്ളം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കിയെടുക്കണേ. പെട്ടെന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് ഈ പഴമൊക്കെ ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഈ ഒരു പാനിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാണ്. നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. പഴമൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടുമേ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മളിത് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പഴമൊക്കെ കൂടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് പാനിൽ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാവട്ടോ. ഇനി ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ടിയില്ല. നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്ന ഈ ഒരു സമയത്തിന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് നമ്മളെ പാനിന്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ അങ്ങ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസായിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഇഷ്ടത്തോടുകൂടി അങ്ങ് കഴിക്കുവേ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിൻ്റെ മൂടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ ഈ സ്പൂണിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഗീ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇന്ന് പരത്തിക്കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല സെറ്റായിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വന്നോളൂ. അപ്പോൾ ഇതുപോലെ ലഞ്ച് ബോക്സിൻ്റെ മൂടി തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിനായിട്ടും ഉണ്ടാവാൻ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് നാറി വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ടേ. ഈ ഒരു സമയത്ത് നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഒരുപാട് സാധനങ്ങളും ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടിയും ഇനി കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഹെൽത്തിയുള്ള റെസിപ്പിയും കൂടി കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.